ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലുള്ള പയാന കാർ മ്യൂസിയം എന്ന സ്പോട്ടിലാണ് ഇന്ന് ഞാനുള്ളത്. കർണാടകയിലെ ബ്രഹ്മപുര എന്ന സ്ഥലമാണ് ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ. ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ മ്യൂസിയം. 50 രൂപയാണ് ഇതിന്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ടൈമിംഗ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മ്യൂസിയത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചക്രങ്ങളുടെ എവല്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രാചീന കാലം മുതൽ ആധുനിക കാലം വരെ ഉപയോഗിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ മോഡൽസും ഈ മ്യൂസിയത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞ വണ്ടി ഭ്രാന്തന്മാർക്ക് പറ്റിയ സ്പോട്ടാണ് ഈ മ്യൂസിയം. ബാംഗ്ലൂരിൽ നിന്നും ഏതാണ്ട് 1.5 മണിക്കൂർ ദൂരമാണ് ഈ സ്പോട്ടിലേക്കുള്ളത്. മൈസൂർ മഹാരാജാവായ ഹിസ് ഹൈനസ് ജയ ചാമരാജേന്ദ്ര വാദ്യാർ ഉപയോഗിച്ച ഡെയിംലർ DE36 എന്ന പ്രൗഢ ഗംഭീരമായ മോഡലാണിത്. മ്യൂസിയത്തിൽ എല്ലാ ഐറ്റത്തിനെയും കടത്തി വെട്ടിയ ഒരു അഡാർ ഐറ്റമായിരുന്നു ഇത്. ഷെവലറ്റ് ഇംപാല. കൂട്ടത്തിൽ ഏറ്റവും ലുക്കുള്ളവനായതുകൊണ്ട് തന്നെ ആളൊരു പഴയ സിനിമ നടനാണ്. ഒരു കാലത്ത് കുറെ ഇംഗ്ലീഷ് മൂവീസിലും വീഡിയോസിലും പോപ്പുലറായ ഒരു ഐറ്റമായിരുന്നു ഇത്. 90കൾ അടക്കി ഭരിച്ചിരുന്ന മെഗാ സ്റ്റാറായ അംബാസഡർ, ഫിയറ്റ്, ടൊയോട്ട കൊറോള, ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ, മെഴ്സിഡീസ് ബെൻസ്, അങ്ങനെ നിരവധി കളക്ഷൻസ്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കാളവണ്ടി മുതൽ ഇന്നത്തെ രാജാക്കന്മാരായ ബെൻസ്, BMW എന്നിങ്ങനെ കിടിലം ഐറ്റംസും ഈ മ്യൂസിയത്തിലുണ്ട്. ഒന്നിനു കൂടുതൽ അങ്ങ് മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ധർമ്മേന്ദ്രയും മണവാളനും യൂസ് ചെയ്ത ടാക്സ് വരെ ഇവിടെയുണ്ട്. മ്യൂസിയത്തിന്റെ അകത്ത് തന്നെ ആന്റിക് ഐറ്റംസിന്റെ ചെറിയൊരു കളക്ഷൻ ഉണ്ട്. പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ, ക്യാമറ, പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ച ആയുധങ്ങൾ, ഫിലിം പ്രൊജക്ടർ, അങ്ങനെ കുറച്ച് കളക്ഷൻസ്. വീക്കെൻഡിൽ ബാംഗ്ലൂരേക്ക് ട്രിപ്പ് അടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ട് എന്ന നിലയിൽ അടിപൊളി പ്ലേസ് ആണ് പയാന. മാത്രമല്ല വണ്ടി ഭ്രാന്തന്മാർക്ക് ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. വിന്റേജ് കാറുകളുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം.